പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ നിങ്ങൾ കണ്ടു. പെൺമക്കളുള്ള എല്ലാവരും കാണണം എന്ന് പറഞ്ഞാണ് നമ്മൾ TCSലെ വീഡിയോ ചെയ്തത്. അത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അത് മുക്കി എന്ന് പറഞ്ഞാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. ആ വീഡിയോ ദേശവ്യാപകമായി TCSലെ ആ സംഭവം ചർച്ച ആയതോടുകൂടി നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ആ സംഭവത്തിലുള്ള വീഡിയോകൾ, വാർത്തകൾ കാണിക്കേണ്ടി വന്നു. പ്രതിത ഓർക്കുന്നുണ്ടല്ലോ, പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ ഓർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? അങ്ങനെ ഒരു വാർത്ത അങ്ങ് കൊടുത്തിട്ട്, പക്ഷേ ഇതിലെ പ്രതിയുടെ ഭാര്യ പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ് അവിടെ വേറൊരാൾ ഒരു പെണ്ണുമായിട്ട് പ്രേമത്തിലായിരുന്നു, ആ പ്രേമം തകർന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ കേസുണ്ടായത്. അത് ഭർത്താവിന് വേറൊരു പ്രേമം ഉണ്ടായിരുന്നെന്നും ആ പ്രേമം തകർന്നത് കൊണ്ടാണ് എൻ്റെ ഭർത്താവ് പ്രതിയായതെന്നും ഭാര്യ വന്ന് പറയുന്നു. എത്ര നല്ല ഭാര്യ! ഇത്തരം ഭാര്യമാരെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ആലോചിച്ചു പോകും. പക്ഷേ അതോടൊപ്പം തൊട്ടടുത്ത ദിവസം മറ്റൊരു വാർത്ത പുറത്തു വന്നു. ആ വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. ഒരു 19 വയസ്സുള്ള ചെറുപ്പക്കാരൻ, അവൻ്റെ പേര് അയാൻ അഹമ്മദ്. അവൻ്റെ 4 കൂട്ടുകാർ, ഉജൂർ ഖാൻ, ഇക്ബാൽ ഖാൻ, മുഹമ്മദ് സാദ്, തബ്രീറ്റ്, 3 പേർ. ഈ 4 പേർ ചേർന്നിട്ട് എന്താ ചെയ്തെന്നറിയാമോ? 10, 11, 12 ക്ലാസ്സുകളിൽ പഠിക്കുന്ന 300 പെൺകുട്ടികളെ, ഹിന്ദു പെൺകുട്ടികളെ ലൈംഗികമായി ഉപദ്രവിച്ചു. എന്നിട്ടോ അവരുടെ വീഡിയോകൾ എടുത്തു. അത് 180ഓളം പെൺകുട്ടികളുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ വലിയ കോളിലൊക്കെ ഉണ്ടാകുന്ന വാർത്ത മറ്റൊന്നും മഹാരാഷ്ട്രയിലാണ്. ഏത്? TCSലെ സംഭവം നാസിക്കിൽ. ഇതുണ്ടായിരിക്കുന്ന അമരാവതി പോലീസ് സ്റ്റേഷൻ പരിസരത്താണ്. പരാത്വാഡ എന്ന് പറയുന്ന സ്ഥലത്ത്, പരാത്വാഡയിൽ ഇന്നലെ ബന്ദായിരുന്നു. അവരുടെ പ്രദേശത്തെ പെൺകുട്ടികളെ ഈ 19 വയസ്സുകാരനും സംഘവും ഗൂഢമായി പ്രണയക്കെണിയിൽപ്പെടുത്തി ലൈംഗികമായി ഉപയോഗിച്ച് അവരുടെ ചിത്രങ്ങൾ 350 പെൺകുട്ടികളുണ്ടെന്നാണ് പറയുന്നത്. 180 പേരുടെ വീഡിയോകൾ പുറത്ത് വന്നിട്ടുള്ളൂ, ബാക്കി വന്നിട്ടില്ല. ഇതേക്കുറിച്ചുള്ള വാർത്തകൾ കേരളത്തിലെ മാധ്യമങ്ങൾ മുക്കി വെച്ചിരിക്കുക. TCS ഗത്യന്തരമില്ലാതെ പറയേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ സ്വാഭാവികമാണ് എന്ന് നിങ്ങൾ കരുതരുത്. ഇത് ഇംഗ്ലണ്ടിൽ നടക്കുന്ന ഗ്രൂമിംഗ് എന്നൊരു പരിപാടിയാണ്. ഗ്രൂം ചെയ്യുക പെൺകുട്ടികൾ, ഗ്രൂമിംഗ് ഗ്യാങ്. ഇംഗ്ലണ്ടിലെ പാർലമെൻറ്റിലെ പ്രതിപക്ഷ ലേബർ പാർട്ടിയുടെ MP ആയ, റോത്തർഹാമിലെ MP ആയിരുന്ന സാറ ചാമ്പ്യൻ പാർലമെൻറ്റിൽ പൊട്ടിക്കരഞ്ഞു. അതായത് UK റോത്തർഹാം, റോച്ച്ഡെയിൽ, ടെൽഫോർഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ചെറിയ പെൺകുട്ടികളെ, എത്ര പേരെയെന്നറിയോ? 10 വർഷത്തിനിടയ്ക്ക് 2.5 ലക്ഷം പെൺകുട്ടികളെ, ക്രിസ്ത്യൻ പെൺകുട്ടികളെ, സിഖ് പെൺകുട്ടികളെ, അങ്ങനെ ഉള്ള പെൺകുട്ടികളെയൊക്കെ ഒരു ഗ്രൂമിംഗ് ഗ്യാങ്, ഗ്രൂം ചെയ്യാന്ന് വെച്ചാൽ അവരെ പാകപ്പെടുത്തിയെടുക്കുക. പെൺകുട്ടികളെ, ചെറിയ പെൺകുട്ടികളെ ചെന്നിട്ട് അവരെ പ്രണയക്കെണിയിൽപ്പെടുത്തും, പ്രലോഭിപ്പിക്കും, മദ്യം കൊടുക്കും, മയക്കുമരുന്ന് കൊടുക്കും, എന്നിട്ട് സെക്ഷുവലി അബ്യൂസ് ചെയ്യുക. 2.5 ലക്ഷം പെൺകുട്ടികൾ എൻ്റെ നാട്ടിൽ 10 വർഷത്തിനുള്ളിൽ ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് സാറ ചാമ്പ്യൻ പൊട്ടിക്കരഞ്ഞു ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ കഴിഞ്ഞ വർഷം. അതേ ഗ്രൂമിംഗ് ഗ്യാങ്ങാണ് ഇന്ത്യയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. TCSലതെ ഇപ്പോൾ അയാൻ അഹമ്മദ് എന്ന് പറയുന്ന ഈ 19കാരൻ ചെറുപ്പക്കാരൻ്റെ സംഘവും അത് തന്നെ. ഇവരെങ്ങനെ ചെയ്തെന്നറിയോ? നിങ്ങൾ അറിയണം പ്രിയപ്പെട്ടവരെ. ഇവർ ഈ അയാനും മുഹമ്മദ് സാദും തബ്രീഡും അടക്കമുള്ളവർ 2 MBBS ട്രെയിനിങ് സെൻറ്റർ, കോച്ചിങ് സെൻറ്ററിലെ മെഡിക്കൽ കോച്ചിങ് സെൻറ്ററിൽ ചേർന്നു. അതിൻ്റെ ഫ്യൂച്ചർ ഹണ്ട് ആകാശ് നമ്മുടെ ഇവിടെയുള്ള ആകാശാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഇവിടെയൊക്കെ ആകാശമുണ്ട്, അതാണോന്ന് എനിക്കറിയില്ല. ഏതായാലും ഫ്യൂച്ചർ ഹണ്ട് ആ ആകാശല്ല എന്ന് ഞാൻ കരുതുന്നു. അതോ ഇനി ആകാശ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ നെറ്റ്വർക്ക് ആണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ആകാശ് എന്നും ഫ്യൂച്ചർ ഹണ്ട് എന്നും പറയുന്ന 2 എൻട്രൻസ് പരീക്ഷ കോച്ചിങ് സെൻറ്ററിൽ ചേർന്നു. കോച്ചിങ് സെൻറ്ററിൽ ചേർന്നിട്ട് പെൺകുട്ടികളാണ് കമ്പനിയാവുന്നു. അവരെ മുന്തിയ ഹോട്ടലുകളിൽ കൊണ്ടുപോകുന്നു, അവരെ നല്ല ബൈക്കുകളിൽ, കാറുകളിൽ കൊണ്ടുപോകുന്നു, എന്നിട്ട് പ്രണയിക്കുന്നു. എന്നിട്ട് ഈ തബ്രീഡുമായി അയാൻ പന്തയം വെച്ചു എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ പ്രണയിച്ച് സെക്ഷുവലി അബ്യൂസ് ചെയ്യുന്നത് ആരാണെന്ന് നമുക്കൊരു പന്തയം വെക്കാം. അങ്ങനെ ഇവർ ഈ പെൺകുട്ടികളെയൊക്കെ ഹോട്ടലുകളൊക്കെ കൊണ്ടുപോയി അവരെ പീഡിപ്പിച്ചു, അവരുടെ ചിത്രങ്ങളെടുത്തു എന്ന് മാത്രമല്ല, അതിൻ്റെ രീതി എങ്ങനെയായിരുന്നു അറിയാമോ? മലയാളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ മറച്ചു വെച്ചിരിക്കുന്നൊരു വാർത്തയാണ് ഞങ്ങൾ ഈ പറയുന്നത്.
എന്നിട്ട് ഈ പെൺകുട്ടികളെ, ഈ മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ്ങിന് വന്ന പെൺകുട്ടികളെ അവർ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർക്കും. വാട്സപ്പിൻ്റെ സ്നാപ്ചാറ്റിൻ്റെ ഗ്രൂപ്പിൽ ചേർത്തു. സ്നാപ്ചാറ്റ് ഞാൻ ഉപയോഗിക്കുന്നില്ല, പ്രതിദിനം ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല, പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും. സ്നാപ്ചാറ്റിൻ്റെ ഗ്രൂപ്പിൽ ചേർത്തു. ഉറുദുവിലുള്ള, അതിൻ്റെ പേരൊക്കെ ഉറുദുവിലാണ്. അവിടെ വന്നിട്ട് അവർക്ക് മെസ്സേജുകൾ അയക്കുന്നത് ഇസ്ലാമിലെ കാര്യങ്ങളാണ്. അള്ളായാണ് ഏകദൈവം, മറ്റ് ദൈവങ്ങളെയൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത് ദൈവത്തിന്, അള്ളാഹ്ക്കെതിരാണ്, നിങ്ങൾ പാപികളാവും, നിങ്ങൾ നരകത്തിൽ പോകുന്നുള്ള ഇസ്ലാമിക പ്രബോധനങ്ങൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ, ഈ സ്നാപ്ചാറ്റ് ഗ്രൂപ്പിലൂടെ നടത്തി. അപ്പോൾ ഒരു ചെറുപ്പക്കാരനും സംഘവും അവൻ്റെ ലൈംഗിക തൃഷ്ണ കൊണ്ട് പെൺകുട്ടികളെ കുരുക്കാൻ വേണ്ടി നടത്തിയ സംഭവമല്ല. ആണെങ്കിൽ ഇങ്ങനൊരു വാട്സാപ്പ് സ്നാപ്ചാറ്റ് ഗ്രൂപ്പ് ഉണ്ടാവത്തില്ല. അതിന് മാത്രമല്ല, ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇവർക്ക് വേണ്ടി ബറൂദ് ഗ്യാങ് എന്ന് പറയുന്ന ഒരു സംഘം ഇവന് ഫണ്ട് കൊടുത്തിരുന്നു. കാരണം ഈ ചെറുപ്പക്കാർക്ക്, ഈ പെൺകുട്ടികൾ 350 പെൺകുട്ടികളെ അവരെ മുന്തിയ ഹോട്ടലിൽ കൊണ്ടുപോകണം, ഭക്ഷണം മേടിച്ച് കൊടുക്കണം, നല്ല സമ്മാനങ്ങൾ കൊടുക്കണം, ഏറ്റവും പളപള മിന്നുന്ന ബൈക്കുകളിലും കാറുകളിലും കൊണ്ട് കറക്കണം. എവിടുന്ന് പൈസ കൊടുത്തത് ബറൂദ് ഗ്യാങ്. ബറൂദ് ഗ്യാങ് എന്ന് പറഞ്ഞാൽ അവിടെ അനധികൃതമായി സാൻഡ് മൈനിങ്ങും ബീഫ് വ്യാപാരവും, അതായത് പശുക്കടത്ത് നടത്തി പശുക്കളെ കശാപ്പ് ചെയ്ത് ബീഫ് എന്ന പേരിൽ വിൽക്കുന്ന ഒരു സംഘമാണ് ഈ ബറൂദ് ഗ്യാങ്. ബറൂദ് ഗ്യാങ് ആണ് ഇവർക്ക് ഫണ്ട് ചെയ്തിരുന്നത്. ഇവരുടെ ഫണ്ടർ ബറൂദ് ഗ്യാങ് ആണ്. എന്നിട്ടോ ഈ പെൺകുട്ടികൾ കുറേ കഴിയുമ്പോൾ ഈ പെൺകുട്ടികൾ പറയും, നിങ്ങളുടെ ക്ലിപ്പ് കടയിലുണ്ട്, ഒരു കാര്യം ചെയ്യ്, ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ പെൺകുട്ടികൾ ആകെ പേടിച്ച് വല്ലാതെ ഭയചകിതരാകുമ്പോൾ പറയും, ഒരു കാര്യം ഞാൻ ഡിലീറ്റ് ചെയ്യാം, നിങ്ങൾ പൈസ തന്നാൽ മതി. ചോദിക്കുന്നത് ലക്ഷങ്ങളാണ്. ലക്ഷങ്ങൾ കൊടുക്കാൻ ഈ കോച്ചിങ് സെൻറ്ററിൽ കോച്ചിങ്ങിന് വേണ്ടി വന്ന വീട്ടുകാർ കൊടുക്കുന്ന തുച്ഛമായ ഫീസ് മാത്രം കൈവശമുള്ള പെൺകുട്ടികൾക്ക് കരുതുക. അപ്പോൾ അവർ സൊല്യൂഷൻ പറയും, കുഴപ്പമില്ല, ഞങ്ങൾ കുറച്ച് മുസ്ലിങ്ങളെ കൊണ്ടുവരാം, മുതിർന്ന പ്രായമുള്ള ആൾ, അവരുടെ കൂടെ നിങ്ങൾ 1-2 ദിവസം ചെലവഴിച്ചാൽ മതി. അങ്ങനെയുള്ള ഒരു സംഘത്തെയാണ് മഹാരാഷ്ട്രയിലെ അമരാവതിയിലെ പരാത്വാഡയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിടിച്ചിരിക്കുന്നത്. നോക്കൂ, നേരത്തെ ഇതുപോലൊരു കേസുണ്ടായിരുന്നു. അജ്മീർ ദർഗയുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 500ഓളം പെൺകുട്ടികളെ, ഇതുപോലെ ഹിന്ദു പെൺകുട്ടികളെ അജ്മീർ ദർഗയുടെ ഭാരവാഹികളുടെ ബന്ധുക്കൾ പീഡിപ്പിച്ചു. ആ കേസ് 25 വർഷം എടുത്തു അതിൽ വിധി വരാൻ. കാരണം അവിടെ രാജസ്ഥാൻ ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരുകൾ, കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ഈ കേസ് നടക്കാതിരിക്കാൻ പല തടസ്സങ്ങളുണ്ടാക്കി. അവസാനം BJP സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് അജ്മീറിലെ ഈ പറയുന്ന പോലെ ഗ്രൂമിങ് ഗ്യാങ് 500ഓളം സ്കൂൾ വിദ്യാർത്ഥിനികൾ. നോക്കണം, നമ്മൾ നമ്മുടെ മക്കളെ പാഠപുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുത്ത്, നല്ല വസ്ത്രം കൊടുത്ത്, അല്ലെങ്കിൽ യൂണിഫോം ഇട്ട് വലിയ പ്രതീക്ഷയോടെ സ്കൂളുകളിലേക്ക് അയക്കുകയാണ്. MBBS അടക്കമുള്ള പ്രൊഫഷണൽ കോച്ചിങ്ങുകളുടെ പരിശീലനത്തിന് അയക്കുകയാണ്. അവിടെ അവരെ ട്രാപ്പിലാക്കാൻ ഇരിക്കുന്ന ആരാണ്? ഇത്തരം സംഘമാണ്. അത്തരം സംഘം അതൊക്കെ എന്നിട്ട് പറയുന്നതറിയോ, ലവ് ജിഹാദ് ഒന്നുമില്ല. അന്ന് ലവ് ജിഹാദിനെ കുറിച്ച് ആദ്യത്തെ വാർത്ത ചെയ്താണ് ഞാൻ 1998. അതിനുശേഷം കേരളകൗമുദി ദിനപത്രത്തിലാണ് വാർത്ത ഞാൻ കൊടുത്തത്. അന്ന് തന്നെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് വെച്ചിട്ട് നമ്മൾ പറഞ്ഞിരുന്നു, ഇതിനകത്ത് അവർക്ക് മുന്തിയ ബൈക്കുകൾ, മുന്തിയ കാറുകൾ, ഇതെല്ലാമായിട്ട് ചെറുപ്പക്കാരെ പറഞ്ഞു വിടുന്നു, അതിന് ഫണ്ട് ചെയ്യാൻ ആളുണ്ട്. വലിയ കോലാഹലം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് കലാകൗമുദിയും കേരളകൗമുദിയും ഇത് സംബന്ധിച്ച് സ്പെഷ്യൽ ലക്കങ്ങൾ പ്രസിദ്ധീകരിച്ചു. അതെല്ലാം കത്തിച്ചു കളഞ്ഞു, വിലയ്ക്ക് പാടിച്ച്. വ്യാജമാണെന്ന് പറഞ്ഞു. ശരിയാണ്, ലവ് ജിഹാദ് എന്ന് ബോർഡ് വെച്ചിട്ട് ഈ പരിപാടി നടക്കുന്നില്ല. പക്ഷേ ഇവർക്ക് ഫണ്ട് ചെയ്യുന്നുണ്ട്, ഓർഗനൈസറാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് പ്രിയപ്പെട്ടവരെ നാസിക്കിൽ ഇപ്പോൾ അമരാവതിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഈ വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നില്ല. ഈ അമരാവതിയിലെ അയാൻ അഹമ്മദ് എന്ന 19കാരൻ്റെ ഈ ഗ്യാങ്ങിനെ കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കസ്റ്റഡിയിലാണ്. കൂടുതൽ വിവരങ്ങൾ വന്ന് നാഷണൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. കേരളത്തിലെ മാധ്യമങ്ങൾ കാണുന്നില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇതൊക്കെ ഉണ്ട്. ആസൂത്രിതമായി ഇന്ത്യയിലെ ഹിന്ദു പെൺകുട്ടികളെ, ക്രിസ്ത്യൻ പെൺകുട്ടികളെ ലവ് ജിഹാദിനെ കുറിച്ച് കത്തോലിക്ക സഭ പറഞ്ഞത് മുഴുവൻ ശരി. അവർക്കറിയാം, അവരുടെ പക്കൽ ഡാറ്റയുണ്ട്. ഒരുപക്ഷെ ഹിന്ദുക്കളുടെ പക്കലാണ് ഡാറ്റ ഇല്ലാത്തത്. കാരണം ഒരു ഇടവകയിൽ എത്ര കുടുംബമുണ്ട്, അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെ ആ ഇടവക വികാരിക്കറിയാം. പക്ഷേ ഹിന്ദുവിന് ഒരു അമ്പലത്തിൽ അറിയാമോ? ഇല്ല. ഹിന്ദുവിന് അത്തരം സംവിധാനമില്ല. അതുകൊണ്ട് ഹിന്ദുവിൻ്റെ കാര്യം ആരും കേൾക്കാതെ പോകുന്നു. നമ്മളിപ്പോൾ ഇതൊക്കെ പറയുന്ന കേരള സ്റ്റോറി പോലെയുള്ള സിനിമ വരുമ്പോൾ ഏറ്റവും വലിയ പ്രതിഷേധം ഉണ്ടാകുന്ന ഇവിടെ അങ്ങനെയൊന്നും ഇല്ല എന്ന് ഇവിടുത്തെ മാധ്യമങ്ങളിലെ മാപ്രകൾ, ചാടിക്കുരച്ച മാപ്രകൾക്ക് മാറ്റിപ്പറയാൻ
മനസ്സില്ലാത്തത് കൊണ്ടാണ് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാത്തത്. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. എനിക്കറിയാം, എനിക്ക് പല വീടുകളിലും ഈ കുട്ടികളെ സ്കൂളുകളിലും കോളേജിലും വിടുമ്പോൾ പറയും, നിങ്ങൾ കൂട്ടുകുടിക്കോ, ചില ആളുകളുമായിട്ട് കൂട്ടുവേണ്ട എന്ന് പറയും. ഇത് പറയുന്നത് ഇസ്ലാമോഫോബിയ പരത്തിലല്ല. ഇസ്ലാമോഫോബിയ ഇസ്ലാമിനെ ഭയപ്പെടുന്ന കുറേ ആളുകൾ ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടായി വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഇസ്ലാമിനെ ഭയത്തോട് കാണുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രേക്ഷകരിൽ പലരും അങ്ങനെയുള്ളവരായിരിക്കും. എന്തുകൊണ്ടാണ്? നമുക്കൊക്കെ മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, അവരൊന്നും ഇത്തരം കുഴപ്പക്കാരൊന്നുമല്ല. പക്ഷേ ഞാൻ പറയുന്നു, നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾ അടക്കമുള്ളവർ ഈ കാര്യങ്ങൾ ഉറക്കെ പറയുന്നത് തെറ്റാണെന്ന് പറയുന്നില്ല. അവിടെയാണ് പ്രശ്നം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, എനിക്കറിയാവുന്ന ഒരാൾ മുമ്പൊരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അത് നിങ്ങൾക്കും അറിയാം പ്രേക്ഷകരെ, നന്ദേട്ടനാണ്, നമ്മുടെ നന്ദേട്ടൻ എന്നോട് പറഞ്ഞ കഥയാണ്. അദ്ദേഹം അവിടെ നിന്നൊരു പുസ്തകം വായിക്കുന്നു, ലെനിൻ്റെ പുസ്തകമാണ്. അപ്പോൾ കൗതുകത്തോടെ അപ്പുറത്തെ സീറ്റിലിരുന്ന ആളുകൾ പരിചയപ്പെട്ടു. നിങ്ങൾ കമ്മ്യൂണിസ്റ്റാണോ എന്ന് ചോദിച്ചു. കമ്മ്യൂണിസ്റ്റല്ല. അപ്പോൾ അവർ പരിചയപ്പെട്ടപ്പോൾ അവരവിടുത്തെ മലബാറിലെ ഒരു സ്ഥലത്തെ അധ്യാപകരാണ്. അപ്പോൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറയുന്നു, അപ്പോൾ നിങ്ങൾ തട്ടമൊന്നും ഇടാറില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഈ സ്ത്രീയും ഭർത്താവും പറഞ്ഞു, ഞങ്ങൾ തട്ടം ഇടും. പക്ഷേ ഇപ്പോൾ ട്രെയിൻ യാത്രയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തട്ടം ഇടണം. കാരണം അവരുടെ വീട്ടിൽ വെച്ച് ഒരു ദിവസം അവർ ബൈക്കിൽ തട്ടമിടാതെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സംഘം ആളുകൾ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, തട്ടം ഇടാതെ പുറത്തിറങ്ങി പോരുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഇഷ്ടമാണ്, ഞങ്ങൾ എന്ത് ധരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ, എന്നാ നീ ഒന്ന് പുറത്തോട്ടിറങ്ങി വാ എന്ന് പറഞ്ഞു. ഭയന്ന് പോയി അവർ. അതിനുശേഷം അവർ തട്ടമിട്ടാണ് നടക്കുന്നത്. അതിശോക്തിയല്ല, ഭയന്ന് പലരും ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളം അങ്ങനെ മാറുകയാണ്, ഇന്ത്യ അങ്ങനെ മാറുകയാണ്. പക്ഷേ അതിനിടയ്ക്ക് അവരുടെ മതകാര്യങ്ങൾ നോക്കട്ടെ. ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ഇസ്ലാമിലെ നല്ല ആളുകൾക്ക് ഭയമാണ് തള്ളിപ്പറയാൻ. പരസ്യമായി ഇതൊന്നും ചെയ്യാൻ പാടില്ല, കേരളത്തിൻ്റെ ഒരു മതേതര ഫാബ്രിക്കിൻ്റെ, ഇന്ത്യയുടെ മതേതര ഫാബ്രിക്കിനെ തകർക്കുന്ന ഒന്നും ഇസ്ലാമിൻ്റെ പേരിൽ ചെയ്തുകൂടാ എന്ന് പറയാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഭയമുണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് അവർ മിണ്ടാതിരിക്കുന്നു. മൗനം സമ്മതമാണ് എന്ന് കരുതി ഇത് മതത്തിൻ്റെ ലക്ഷ്യം ഇതാണ് എന്ന തരത്തിൽ പ്രവർത്തിക്കുകയാണ് ഇത്തരം ഭീകര സംഘടനകൾ. അപ്പോൾ നമ്മളെങ്ങനെ നമ്മുടെ പെൺമക്കളെയാണ് അവർ ഉന്നം വെക്കുന്നത്? ഇവിടെ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും. അതാണ് UK കാര്യം ഞാൻ പറഞ്ഞത്. UK ചെയ്തതുപോലെ എന്തിനാണ് UK ബ്രിട്ടീഷുകാർ വെള്ളക്കാരൻ്റെ നാട്ടിൽ വെള്ളക്കാരൻ ന്യൂനപക്ഷമാണ്. അത് ക്രിസ്ത്യൻ രാജ്യമാണ് അല്ലേ. കാൻറ്റർബറി ആർച്ച് ബിഷപ്പാണ് അവിടുത്തെ പരമോന്നത ആത്മീയ നേതാവ്. അവിടെ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ബൈബിൾ തൊട്ടിട്ടാണ്. പക്ഷേ അവിടുത്തെ ജനസംഖ്യയിൽ വെള്ളക്കാരനൊന്നും അല്ലാണ്ടായി. വെള്ളക്കാരൻ ഇപ്പോൾ ഇസ്ലാമിൻ്റെ ദയാവായ്പിലാണ് UK ജീവിക്കുന്നത്. അവിടെ എന്തുകൊണ്ട് പുതിയ തലമുറയിൽപ്പെട്ട വൈറ്റ് ഗേൾസിനെ ഗ്രൂമിങ് ഗ്യാങ് സെക്ഷലി അബ്യൂസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ബാക്കി ഇനി അടുത്ത തലമുറയെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അടുത്ത തലമുറയെ ഈ കുട്ടികൾക്ക് 2.5 ലക്ഷം പെൺകുട്ടികൾ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർ ജീവിതകാലം മുഴുവൻ അതിൻ്റെ ട്രോമയിൽ നിന്ന് മാറത്തില്ല. അവർ തകർന്നുപോയി അല്ലേ. കുട്ടികൾക്ക് വളരെ ചെറുപ്പത്തിലേ ഉണ്ടായിരിക്കുന്ന അതിഭീകരമായ ശാരീരികവും മാനസികവുമായ അനുഭവത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് അവർ മോചിക്കപ്പെടുന്നില്ല. അപ്പോൾ ഒരു തലമുറയെ നശിപ്പിക്കുകയാണ്. വംശഹത്യയാണിത്. തോക്കുപയോഗിക്കാതെ, വാളുപയോഗിക്കാതെ കൊല്ലാതെ നടത്തുന്ന ഒരു വംശഹത്യ. ആ വംശഹത്യയുടെ പുതിയ രൂപമാണ് നാസിക്കിലും അമരാവതിയിലും നടക്കുന്നത്. അതിന് കുടപിടിക്കുകയാണ്, ചൂട്ടുപിടിക്കുകയാണ്, കൂട്ടുനിൽക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ മതേതരവാദികൾ. ഒരൊറ്റ സാംസ്കാരിക നായകനും നാസിക്കിനെ കുറിച്ച് മിണ്ടുന്നില്ലല്ലോ. ഒറ്റ സാംസ്കാരിക നായകനും അമരാവതിയിലെ സംഭവത്തെക്കുറിച്ച് മിണ്ടുന്നില്ലല്ലോ. അത് അവർ വളരെ ലഘൂകരിക്കും. അത് ഒരു ചെറുപ്പക്കാരനും അയാനും കൂട്ടുകാരും കൂടെ കുറേ പെൺപിള്ളേരെ. അപ്പോൾ ബറൂദ് ഗ്യാങ് എങ്ങനെ വന്നു? അവരങ്ങനെ പണം കൊടുത്തു. ഇത് പോലീസ് പറയുന്നത്. അപ്പോൾ പോലീസ് പറയുമ്പോൾ അതും മഹാരാഷ്ട്രയല്ലേ, സംഘി പോലീസല്ലേ, അതും പറയും, അതിനപ്പുറത്തും പറയും. എത്ര നാൾ ഇങ്ങനെ കള്ളം പറഞ്ഞ് നിങ്ങൾ ഇസ്ലാമൈസേഷനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കും? ഇത് വിശ്വസിക്കുന്ന ഹിന്ദുക്കളെ നിങ്ങൾക്ക് കഷ്ടം എന്ന് ബൈബിളിൽ പറഞ്ഞ പോലെ നമുക്ക് പറയേണ്ടി വരും. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. മിക്കവാറും VD സതീശൻ പറയുന്നത് ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വരുന്നതാണ്. അപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാം കേരളത്തിൽ ഭരണത്തിലേക്ക് വരാൻ പോവാണ്. ഒരുപക്ഷെ നമുക്കൊന്നും ഒന്നും ഈ സത്യം പറയാൻ പറ്റാതെ വരും. നമ്മുടെയൊക്കെ നാവ് ചിലപ്പോൾ അടക്കും. ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വാർത്തയാണ് പറയുന്നത്, ഈ വാർത്ത പറഞ്ഞാൽ പോലും നമ്മളെ ചിലപ്പോൾ വിലക്കും, നമ്മളെ റെയ്ഡ് ചെയ്യും, നമ്മളെ പിടിച്ചു കൊണ്ടുപോകും, നമ്മുടെ സ്ഥാപനം പൂട്ടിച്ചേക്കാം. പക്ഷേ നമുക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ചെയ്ത വോട്ടിൻ്റെ വില
ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കും. ഏതായാലും വലിയ കഷ്ടത്തിലാണ്, വലിയ ഭീതിതമായ അന്തരീക്ഷത്തിലാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അപ്പോഴും പറയും, നരേന്ദ്രമോദിയും BJP സർക്കാരും ഉണ്ടായിട്ട് ഇത്രയാണ്. ഇല്ലായിരുന്നെങ്കിലോ? ചിന്തിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആരും പറയാത്ത ഇത്തരം അപ്രിയ സത്യങ്ങൾ, നമ്മളെ പൊള്ളിക്കുന്ന സത്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ കൂടെ നിങ്ങൾ സഞ്ചരിക്കണം, എങ്കിലേ ഞങ്ങൾക്കിതൊക്കെ പറയാൻ പറ്റൂ. ഞങ്ങളെ സഹായിക്കേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ്. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക.